എല്ലാ കൂട്ടുകാർക്കും നല്ലൊരു രാത്രി ആശംസിച്ചുകൊണ്ട് നമുക്ക് നേരെ വേദയുടെ വിക്രത്തിന്റെ നാളത്തെ നല്ലൊരു പ്രൊമോ വിശേഷം കേട്ടാലോ. ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും മറക്കരുത് കേട്ടോ. നമ്മുടെ മുന്നോട്ടുള്ള യാത്രയിൽ നിങ്ങളുടെ സപ്പോർട്ട് ലൈക്ക് വേണം നമുക്ക് ഏറ്റവും കൂടുതൽ പ്രചോദനമായി മാറിക്കൊണ്ടിരിക്കണേ. അപ്പൊ നമുക്ക് നേരെ നമ്മുടെ വിശേഷത്തിലേക്ക് പോയാലോ. അങ്ങനെ ഇന്നത്തെ വിശേഷം നമ്മൾ കണ്ടു. കമലയാണ് പരാതികളും പരിഭവങ്ങളും ഒക്കെ ശ്രീജയോട് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. വിക്രത്തിന് എന്ത് സംഭവിച്ചെന്ന് അറിയത്തില്ല. അവനെ കാപ്പ ചുമത്തിയിട്ട് അങ്ങനെ നാട് കടത്തിയിട്ടുണ്ട്. എന്ത് ചെയ്യാൻ പറ്റും? വല്ലാത്തൊരവസ്ഥ തന്നെ. ഒരുപക്ഷെ വേദ വന്നോണ്ടാണ് ഇങ്ങനെയൊക്കെ സംഭവിച്ചത്. ഇനിയിപ്പൊ ഇവിടുന്ന് എങ്ങനെ കരകയറാൻ പറ്റും? അങ്ങനെയൊക്കെ ഓർത്ത് വിഷമിച്ചിരിക്കുക. പക്ഷെ അങ്ങനെ ഇരിക്കണ സമയത്തും കമലയുടെ മനസ്സിലേക്ക് പൂജാരി പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളൊക്കെയാണ് വരുന്നത്. കാരണം കടന്നു വന്നിരിക്കുന്ന പാർവതി ദേവിയാണ്, ഐശ്വര്യമാണ് കടന്നു വന്നിരിക്കുന്നത്. ഒരു കാരണവശാലും ആ പെൺകുട്ടീനെ വിട്ടു കളയരുത്. പൂജാരി പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളൊന്നും ഇന്ന് വരെ തെറ്റിയിട്ടില്ല. പക്ഷെ ഇതെങ്ങനെ സംഭവിച്ചു? ആ സമയം സുധാകരൻ മാഷ് വന്നിട്ട് പറഞ്ഞു, നീ പൂജാരി പറഞ്ഞ കാര്യം ഓർത്തോണ്ടിരുന്നു. പൂജാരിയല്ലേ അമ്പലത്തിൽ കേസും കാര്യങ്ങളൊക്കെ നടത്തുന്നേ. ഇപ്പൊ അവൻ ഇങ്ങോട്ട് വരുമെന്ന് പറയാം. ഇത് കേട്ടപ്പോ ശ്രീജ പറഞ്ഞു, അല്ല പൂജാരി പറഞ്ഞപ്പോ ഞാനും ഉണ്ടായിരുന്നു വെച്ചാന്ന് പറയണം. പൂജാരി പറഞ്ഞെന്ന് പറഞ്ഞിട്ട് അതൊക്കെ വിശ്വസിച്ചോണ്ടിരിക്കാൻ നിനക്ക് എന്നെ നാണമില്ലേ, ഒട്ടും ബോധമില്ലേന്ന് ചോദിക്കണം. അവൻ ചെയ്ത കുറ്റങ്ങൾ വെച്ച് നോക്കുമ്പോ അവനെ ഇവിടെ പോലും വെച്ചോണ്ടിരിക്കാൻ കൊള്ളുന്നാനില്ല. അത്രമാത്രം ദുഷ്ടത്തരങ്ങൾ അവൻ ചെയ്ത് കൂട്ടിയിട്ടുണ്ട്. വെറുതെ പഠിപ്പിച്ചു. എന്തിനാ പഠിപ്പിച്ചതെന്ന് പോലും അറിയത്തില്ല. ഇങ്ങനെ ഒരു തെണ്ടി നടന്ന് അല്ലെങ്കിൽ ഗുണ്ടാത്തലവനാവാനായിരുന്നെങ്കിൽ ഇതിന്റെ കാര്യമൊന്നും ഇല്ലായിരുന്നു പറയാം. ഇങ്ങനെയൊന്നും പറയല്ലേ മാഷേ, നമ്മുടെ മോനിലെന്നിരിക്കും. നമ്മുടെ മോനോ? എനിക്കിപ്പോ അവനെ കുറിച്ച് പറയാൻ അറപ്പും വെറുപ്പും അറിയാലോ. അവൻ അത്രയ്ക്ക് തന്റേടിയാണ്. അത്രയ്ക്ക് കാര്യങ്ങളൊക്കെ അവൻ ചെയ്ത് കൂട്ടുന്നേ. അവനെ കുറിച്ച് ഓരോന്നൊക്കെ കേൾക്കുമ്പോ തന്നെ എനിക്ക് ഇതിലൂടെയും പോയി ചത്താ മതി എന്നൊരു ചിന്ത ഉണ്ടാകുന്നേ. എത്രമാത്രം പണം മുടക്കി അവനെ പഠിപ്പിച്ച് ഈ നിലയിൽ എത്തിച്ചു വെച്ചാ. എന്നിട്ടോ അവൻ എന്താ കാണിച്ചു കൂട്ടിയത്? ഇതിനു വേണ്ടിയിട്ടായിരുന്നെങ്കിൽ ഇതിന്റെ ഒന്നും ആവശ്യമില്ലായിരുന്നു. ഒന്നും വേണ്ടിയിരുന്നില്ലെന്ന് ഇപ്പൊ തോന്നുന്നു പറയണം. പക്ഷെ അവൻ പാവം, അവൻ അങ്ങനെ ഒരു തെറ്റി ചെയ്തിട്ടില്ല. നമ്മുടെ മോൻ നല്ലവനാന്ന് പറയാം. നല്ലവനാണ് പോലും. എന്നിട്ടല്ലേ ഒരു പെൺകുട്ടിയുടെ ജീവിതം കൂടെ അവൻ നശിപ്പിച്ച് കളഞ്ഞത്. ഇനിയിപ്പൊ എന്തൊക്കെയാ സംഭവിക്കാന്നറിയാമോ? ആ ജസ്റ്റിസ് ശങ്കരനാരായണൻ വെറുതെ ഇരിക്കും തോന്നുന്നുണ്ടോ? ഒരു കാരണവശാലില്ല. ഈ കുടുംബം ഇനി നശിക്കാനായിട്ട് പോവാം. അത് കാണാനായിട്ട് കാത്തിരുന്നു. അധികം വൈകാതെ അതും ഉണ്ടാവും പറയണം. കമലയ്ക്ക് ആപ്പടെ ഭ്രാന്ത് പിടിക്കുന്നതോട് തോന്നി. വല്ലാത്തൊരവസ്ഥയായിപ്പോയി. അപ്പോഴേക്കും ഒരു ബൈക്കിന്റെ ശബ്ദം കേട്ടെ. കമല നോക്കിക്കഴിയുമ്പോഴത്തേനും വിക്രം ബൈക്ക് ഓടിച്ചുകൊണ്ട് വരുന്നു. പുറകില് വേദ ഇരിക്കുന്നുണ്ട്. ഒരു നിമിഷം ഞെട്ടിപ്പോയി. ശ്രീജോട് എന്തേ അമ്മേ, അവര് വരുന്നു പറയാണ്. പെട്ടെന്ന് കമല അവിടെ നിന്ന് ചാടി എഴുന്നേറ്റ് അങ്ങോട്ട് ഓടി ചെല്ലുവാണ്. വിക്രത്തിന്റെ അരയിൽ നിന്ന് വേദ പതുക്കെ പുറത്തേക്ക് ഇറങ്ങി. പിന്നീട് നേരെ കമലയുടെ അരികിലേക്ക് വരുവാണ്. വരി വന്നിട്ട് പറഞ്ഞു, ഞാൻ പറഞ്ഞില്ലായിരുന്നു അമ്മയോട്, ഞാൻ ഇങ്ങോട്ട് കാല് കുത്തുന്നുണ്ടെങ്കിൽ അത് വിക്രത്തിനെ കൊണ്ടായിരിക്കുന്ന. ഞാൻ പറഞ്ഞ പാക്ക് പാലിച്ചിരിക്കുന്നു. അമ്മയുടെ മോനെ ഞാൻ ഇറക്കിക്കൊണ്ട് അമ്മയ്ക്ക് തിരികെ തന്നിരിക്കുന്നു പറയാണ്. ഇത് കേട്ടതും കമല ഓടിച്ചെന്ന് വേദന കെട്ടിപ്പിടിക്കുകയാണ്. എന്റെ മോളേന്ന് പറഞ്ഞോണ്ട് പിന്നെ നേരെ വിക്രത്തിന്റെ അടുത്ത് നിന്നിട്ടു. നിന്റെ പോലീസുകാർ ഉപദ്രവിച്ചൊന്നും ഇല്ലല്ലേ? നിനക്ക് കുഴപ്പമൊന്നുമില്ല അല്ലല്ലോ? നിനക്ക് കുഴപ്പമൊന്നുമില്ല അല്ലേ മോനെ എന്നൊക്കെ ചോദിക്കുകയാണ്. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും വിക്രം പറഞ്ഞു, ഇല്ല എനിക്ക് കുഴപ്പമൊന്നുമില്ല എന്ന് പറയാം. ദൈവമേ, ദേവി നീ കടാക്ഷിച്ചു. ഒരു പക്ഷേ ഞാൻ ആകെപ്പാടെ ഭയന്നു പോന്നെയായിരുന്നു. ഈ സമയം സുധാകരൻ മാഷ് വന്നിട്ട് പറഞ്ഞു, വലിയ എന്തോ വീരസാഹസം ചെയ്തിട്ട് വരുന്ന പോലെയാണല്ലോ. മോനെ അകത്തേക്ക് ആനയിക്കണം എന്ന് പറയാം. മാഷെ ഒന്നും മിണ്ടാതിരിക്കും മാഷേ എന്ന് പറഞ്ഞ. എന്തിനും മിണ്ടാതിരിക്കണം? എത്ര നല്ല പരിപാടിയാണല്ലോ ഇവൻ ചെയ്ത് കൂട്ടി വെച്ചിരിക്കുന്നേ. ഇവൻ അകത്ത് കിടക്കേണ്ടവനാ, ഇവൻ പുറത്തേക്ക് ഇറങ്ങേണ്ടവനല്ലാന്ന് പറയാണ്. ഈ സമയം അകത്തുനിന്ന് വിനയനും നന്ദിതയും അമിനോദും അവരെല്ലാരും കൂടെ അങ്ങോട്ട് ഇറങ്ങി വരുവാണ്. ഈ സമയത്ത് നന്ദിനി പറഞ്ഞേ, ഇത്ര പെട്ടെന്ന് ഇവൻ പുറത്തിറങ്ങിയോ? ഇവൻ പുറത്തിറങ്ങില്ലെന്ന് കരുതി ഇരുന്ന അങ്ങനെ പുറത്തിറങ്ങാതിരിക്കുവായിരുന്നെങ്കിൽ അവളെ ഇവിടുന്ന് ഓടിക്കായിരുന്നു. പക്ഷെ ആ പ്രതീക്ഷ നശിച്ചു പോയല്ലോ എന്നൊരു ചിന്ത നന്ദിനിയുടെ മനസ്സിലേക്ക് വരുവാണ്. മാഷി ചോദിച്ചു, അല്ല നിന്നെ എന്താടാ അവര് പിടിച്ച് അകത്തിടാത്തെ? നീ അകത്ത് കിടക്കേണ്ടതായിരുന്നല്ലോ, പുറലോകം കാണേണ്ടവനല്ലോ എന്ന് പറയാണ്. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും വേദയ്ക്ക് സങ്കടവും ദേഷ്യം വന്നു. വേദ പറഞ്ഞു, ഞാനൊരു വാക്ക് എന്റെ അമ്മയ്ക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇവിടുന്ന് പോണ സമയത്ത് ഞാൻ ഇങ്ങോട്ട് തിരികെ വരുന്നുണ്ടെങ്കിൽ അത് വിക്രത്തിനും കൂട്ടിയിട്ടാണ്. എന്റെ ഭർത്താവ് ഉള്ളേ കിടക്കുന്ന സമയത്ത് എനിക്കിവിടെ സ്വസ്ഥതയുടെ സമാധാനത്തോടെ കഴിയാൻ പറ്റില്ല. എന്റെ ഭർത്താവാണ്. ഭർത്താവിനെ രക്ഷിക്കാൻ ഏതറ്റം വരെ ഞാൻ പോവും അറിയാലോ. അങ്ങനെ ഞാൻ രക്ഷിച്ചുകൊണ്ട് ഇങ്ങോട്ട് വന്നിരിക്കുക. ഇനി വിക്രം ഒരിക്കലും അകത്തേക്ക് പോയില്ലെന്ന് പറയാണ്. ഇത് കേട്ടപ്പോ സുധാകരൻ മാഷ് ചോദിച്ചു, ഭർത്താവോ? ആരുടെ ഭർത്താവ്? നിന്റെയോ? അതിന് നിന്നെ ആരാ ഇവിടത്തെ മരുമോളായിട്ട് ഇവിടെ ആരെങ്കിലും അംഗീകരിച്ചിട്ടുണ്ടോ എന്ന് ചോദിക്കുക. പിന്നെ നീ എന്ത് അധികാരത്തിന് പുറത്താടി ഇങ്ങോട്ടേക്ക് കയറി വന്നിട്ട് ഇതൊക്കെ പറയണമെന്ന് ചോദിക്കാം. ഇത് കേട്ടതും വേദ പെട്ടെന്ന് തന്റെ കഴുത്തി കിടങ്ങ് താലി ഉയർത്തി കാണിച്ചിട്ട് പറഞ്ഞു, ഇത് നിങ്ങളുടെ ഇളയ മകനായ വിക്രം കെട്ടിയ താലിയാ. ആ താലി കെട്ടിയിടത്തോളം കാലം ഞാൻ ഇയാളുടെ ഭാര്യയാണ്. അപ്പൊ എനിക്ക് അതിനുള്ള അവകാശങ്ങളുണ്ട്. എത്രയൊക്കെ തള്ളിക്കളഞ്ഞെന്ന് പറഞ്ഞാലും വിക്രം ഈ വീട്ടിൽ ജീവിക്കുന്നിടത്തോളം കാലം അയാളുടെ മരുമോളായിട്ട് ഞാൻ ഈ വീട്ടിലുണ്ടാവും. എന്നെ തള്ളിക്കളയാൻ നിങ്ങൾ ആരും നോക്കണ്ടെന്ന് പറയാണ്. സുധാകരൻ മാഷിന് മനസ്സിലായി, കാരണം ഇത് വേദയാണ്.
അങ്ങനെ പെട്ടെന്നൊന്നും എന്തേലും പറഞ്ഞു ഓടിപ്പോകുന്നവളല്ല, കരഞ്ഞ നിലവിളിച്ചിരിക്കുന്നവളല്ല. നല്ല ധൈര്യമുള്ള നല്ല ബോൾഡ് ആയിട്ടുള്ള പെൺകുട്ടിയാണ്. അറിവും വിദ്യാഭ്യാസവും ഒക്കെ ഉണ്ട്. പോരാത്തതിന് ജസ്റ്റിസ് ശങ്കരനാരായണന്റെ മോളുമാണ്. അദ്ദേഹം വന്ന് അത്ര പറഞ്ഞിട്ട് പോലും അവള് പോകാൻ കൂട്ടാക്കിയില്ല. മാത്രമല്ല, ഇപ്പം വിക്രത്തിനെ രക്ഷിച്ചുകൊണ്ട് വന്നിട്ടുണ്ടെങ്കിൽ അതിന്റെ പിന്നിൽ അവൾക്ക് വ്യക്തമായ ലക്ഷ്യം കാണും. ഒരു കാരണവശാലും അവൾ പോകത്തില്ലെന്ന്. പെട്ടെന്ന് തന്നെ കമൽ പറഞ്ഞു, എന്താ മാഷി ഇങ്ങനെയൊക്കെ പറയണേ? ആ കുട്ടി നമ്മുടെ മോനെ രക്ഷിച്ചോണ്ട് വന്നപ്പം നമ്മളൊരു നന്ദി വാക്ക് പറയണ്ടല്ലേ നിൽക്കും. രക്ഷിച്ചോണ്ട് വന്നു പോലും ഇവൻ അകത്ത് കിടക്കുമായിരുന്നെങ്കിൽ അത്രയും തലവേദന കുറഞ്ഞു കിട്ടിയാലും. ഇവൻ പുറത്തേക്ക് വന്നപ്പോ തലവേദന കൂടി. അകത്താണെങ്കിൽ പിന്നെ ഒരു ടെൻഷനും ഉണ്ടാകത്തില്ലായിരുന്നു. ഇനിയിപ്പം നാളെ മുതൽ എന്തൊക്കെ കേൾക്കേണ്ടി വരും ആര് കണ്ടു. ഇത് കേട്ടതും വേദ പറഞ്ഞു, ഇനി അങ്ങനെയൊന്നും ഉണ്ടാകത്തില്ല. ഞാൻ വിക്രത്തിനെ സംരക്ഷിച്ചോളാം. എനിക്കറിയാം വിക്രത്തിനെ നേർവഴിക്ക് നടത്താനായിട്ട്. ഒരു ഭാര്യ എന്ന നിലയിൽ ഞാൻ വിക്രത്തിനെ നേർവഴിക്ക് നടത്തുമെന്ന് പറയാം. സുധാരമേഷ് പറഞ്ഞു, നടത്തും. ഇത്രയും കാലം ഞങ്ങൾ നോക്കിയിട്ട് പറ്റിയിട്ടില്ല. പിന്നെയാണ് ഈ 2 ദിവസമായിട്ട് വന്ന് നിനക്ക് ഇവനെ കുറിച്ച് ശരിക്കും അറിയത്തില്ലാഞ്ഞിട്ടാന്ന് പറയണം. നന്ദിനി പറഞ്ഞു, അത് ശരിയാ അച്ഛൻ പറഞ്ഞേ. വിക്രത്തിനെ കുറിച്ച് അറിയത്തില്ലാഞ്ഞോട്ടാ ഇവളിങ്ങനെ ഈ ആരംഭശൂരത്താ കാണിക്കുന്നത്. 2 ദിവസം കഴിയുമ്പോൾ അതും കൂടെ മാറിക്കോളൂ എന്ന് പറയാം. കമലോട് നന്ദിനി, നീ ഒന്നും മിണ്ടായിരിക്കുന്നുണ്ടോന്ന് ചോദിക്കാം. എഴുതിയിൽ എണ്ണ ഒഴിക്കാനായിട്ട് അവൾ വന്നിരിക്കുന്നു. മോള് കയറി വരാൻ പറയണം. വിക്രത്തിനെയും കയറ്റിക്ക് അകത്തേക്ക് പോയി കഴിഞ്ഞപ്പോഴത്തേനും മാഷ് ദേഷ്യപ്പെട്ട് അങ്ങോട്ട് പോവാണ്. അകത്തേക്ക് കയറി ഞാൻ സ്റ്റേജ് വെച്ചു, എങ്ങനെയാ വേദ നീ രക്ഷപ്പെടുത്തിയത്? നിന്റെ അച്ഛനെ വെല്ലുവിളിച്ചോ നീന്ന് ചോദിക്കുകയാണ്. പിന്നീട് വേദം നടന്ന കാര്യങ്ങളൊക്കെ പറയാം. എല്ലാം കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും കമല പറഞ്ഞു, അവന് മോളെ കെട്ടാൻ പോകുന്ന പയ്യൻ നല്ലവനായിരുന്നല്ലേ, അതുകൊണ്ടല്ലേ മോളെ ഈ കൃത്യസമയത്തിന് രക്ഷിച്ചല്ലേന്ന് ചോദിക്കുകയാണ്. വിക്രത്തിനോട് കമല പറഞ്ഞു, കേട്ടില്ലേടാ, ഇത്ര നല്ലൊരു പെൺകുട്ടിയായിരുന്നു ഇവളെ പോലെ പെൺകുട്ടിയെ കിട്ടാൻ ഭാഗ്യം ചെയ്യണം. ആ ചെറുപ്പക്കാരന് ഇന്ന് ഇവളെ രക്ഷിക്കാൻ വന്നിട്ടുണ്ടെങ്കിൽ അതിനർത്ഥം എന്താ? ആ ചെറുപ്പക്കാരൻ ഇവളെ അത്രയും സ്നേഹിച്ചിരുന്നു. അതിനേക്കാൾ ഉപരി ഇവളുടെ നന്മ മാത്രം ആഗ്രഹിക്കുന്നു. ഇവള് നല്ല പെൺകുട്ടിയാന്ന് അറിഞ്ഞുകൊണ്ടല്ലേ ഇവളെ രക്ഷിക്കാനായിട്ട് വന്നേ. അഥവാ നിന്നെ രക്ഷിക്കാനായിട്ട് വന്നേന്നൊക്കെ ചോദിക്കാം. വിക്രം ഒന്നും മിണ്ടിയില്ല. ഇനിയെങ്കിൽ നീ നന്നാവാൻ നോക്കാൻ പറയാണ്. വിക്രം ഒന്നും മിണ്ടാതെ അകത്തേക്ക് കയറിപ്പോയി. പിന്നീട് വേദയെ കൂട്ടിക്കൊണ്ട് കമല അകത്തേക്ക് പോവാണ്. വേദയ്ക്കാണെങ്കിൽ വീട്ടിലെ കാര്യങ്ങളൊക്കെ നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു. അച്ഛനെ വെല്ലുവിളിച്ചാണ് താനിന്ന് വിക്രത്തെ കൂട്ടിക്കൊണ്ട് വന്നിരിക്കുന്നത്. പക്ഷെ അങ്ങനെ ചെയ്യാതിരിക്കാൻ പറ്റില്ല. ദർശൻ പാവം തനിക്ക് വേണ്ടി ഒത്തിരി ത്യാഗങ്ങൾ ചെയ്യുന്നുണ്ട്. ഒരു പക്ഷെ ദർശന സ്ഥാനത്ത് വേറെ ആരാണെങ്കിലും അങ്ങനെയും ചെയ്യത്തില്ലായിരുന്നു. കാരണം താൻ ദർശന്റെ കാലി പിടിക്കേണ്ടതാണ്. തന്നെ വന്ന് 2-3 വട്ടം വിളിച്ചാൽ ചെല്ലാൻ വേണ്ടിയിട്ട്. പക്ഷെ താൻ ഒരു തവണ പോലും അങ്ങോട്ട് പോയില്ല. ഈ താലിയുടെ ബലത്തിൽ താൻ ഇവിടെ നിൽക്കുകയോ ചെയ്തേ. തന്റെ മാനസികാവസ്ഥ ധനുസിനെ മനസ്സിലായിട്ടായിരിക്കും കൃത്യസമയത്ത് തന്നെ വന്നേ. ഇല്ലെങ്കിൽ എന്ത് സംഭവിച്ചേനും. അങ്ങനെ ഒരു ചിന്തയൊക്കെ ഉണ്ടാകുന്നുണ്ട്. പിന്നീട് വിക്രം എന്ത് ചെയ്യണം? വിക്രം പുറത്തേക്ക് പോവാണ്. പുറത്തേക്ക് പോകണ സമയത്താണ് വേദ എന്ത് ചെയ്യണം? അപ്പൊ അതൊക്കെ വിക്രത്തിന്റെ മുറിയിലേക്ക് കയറുക. ഈ മുറിയിൽ എന്താന്ന് അറിയണം. വിക്രത്തിനെ ഒന്ന് മാറ്റിയെടുക്കണമെങ്കിൽ പല കാര്യങ്ങളും അറിഞ്ഞിരിക്കണം. വിക്രം ആരായിരുന്നു, എന്തായിരുന്നു, പഠിപ്പുണ്ടോ, വിദ്യാഭ്യാസം ഉണ്ടോ, ഒന്നും അറിയത്തില്ല. ഒരു കാര്യങ്ങളും അറിയത്തില്ലാതെ വന്നിരിക്കുന്നത്. അങ്ങനെ പതുക്കെ വേദം മുറിയിലേക്ക് കയറുക. മുറിയിലേക്ക് കയറി കഴിയുമ്പോഴത്തേനും അവിടെയൊക്കെ ഇങ്ങനെ കുറെ പുസ്തകങ്ങളും കാര്യങ്ങളൊക്കെ ഇരിക്കുന്നുണ്ടായിരുന്നു. അതോടൊപ്പം തന്നെ ഷെൽഫിനാണെങ്കിലും കുറെ ട്രോഫികളും കാര്യങ്ങളൊക്കെ അവിടെ ഇവിടെയൊക്കെ ഇരിക്കുന്നുണ്ടായിരുന്നു. ഇതെല്ലാം കണ്ടു കഴിഞ്ഞപ്പോഴത്തേനും വേദ പതുക്കെ അങ്ങോട്ട് ചെന്നു. അവിടെ നോക്കിയപ്പോൾ തന്നെ ഒരു പെട്ടി ഇരിക്കുന്നുണ്ട്. ആ പെട്ടി പതുക്കെ തുറക്കണം. തുറന്നു കഴിയുമ്പോഴത്തേനും അതിനകത്ത് സർട്ടിഫിക്കറ്റ് ഒക്കെ ഒന്ന് ഫയല്. ഇതെന്ത് ഫയലാ എന്ന് കരുതി അത് ഓപ്പൺ ചെയ്യണം. നോക്കിക്കഴിഞ്ഞപ്പോഴത്തേനും വിക്രത്തിന്റെ സർട്ടിഫിക്കറ്റ് ഒക്കെ ഇത് കണ്ടപ്പോൾ കഴിഞ്ഞപ്പോഴത്തേനും ഒരു നിമിഷം വേദന ഞെട്ടിപ്പോയി. ഇത്രയ്ക്ക് പഠിപ്പുള്ളവനായിരുന്നോ? എന്നിട്ട് ഇതൊന്നും അറിഞ്ഞിരുന്നില്ലോ. എന്നിട്ട് എന്ത് പറ്റി? എന്നിട്ട് പഠിപ്പ് മുടക്കാൻ കാരണം എന്താ? അല്ല ജോലിക്ക് ട്രൈ ചെയ്യാത്ത എന്താ? കാരണം അവിടെ ഇരിക്കുന്ന ഇതൊക്കെ കണ്ടപ്പോൾ തന്നെ മനസ്സിലായി. ഷെൽഫിലിരിക്കുന്ന കുറെ ട്രോഫികളും കാര്യങ്ങളും കണ്ടപ്പോൾ തന്നെ മനസ്സിലായി വിക്രം ആള് സ്മാർട്ടായിരുന്നുള്ളേ. ഇത്രയ്ക്ക് സ്മാർട്ടായിട്ടുള്ള ആള് ഒരു കാരണവശാലും ഇങ്ങനെ ഒരു ഗുണ്ടാലിസ്റ്റിൽപ്പെട്ട് ഇങ്ങനെ അകത്താണ്ടല്ല. അതൊരു പിന്നെ എന്തോ ഒരു രഹസ്യമുണ്ട്. അതെന്താളും കണ്ടെത്തണം. ഒരു പക്ഷെ വിക്രത്തിന് എന്തായിരിക്കും സംഭവിച്ചിട്ടുണ്ടായിരിക്കുക? വിക്രം ഇങ്ങനെ ഒരു ഗ്യാങ്ങിൽ ചെന്ന് പെടണമെങ്കിൽ, ആ ശ്രീനിവാസനെ പോലുള്ള ഒരാളുടെ ഗ്യാങ്ങിൽ ചെന്ന് പെടണമെങ്കിൽ അതിന് പിന്നിൽ എന്തോ ഒരു രഹസ്യമുണ്ട്. ഒരു പക്ഷെ മുകുന്ദൻ ഭാഷ അതുകൊണ്ടായിരിക്കും വിക്രത്തിനെ വെറുക്കണേ. വിക്രം നല്ല രീതിയിൽ ജീവിക്കേണ്ടവനാണ്, ഇങ്ങനെ ഒരിക്കലും പോകേണ്ടവനല്ല. പക്ഷെ എന്താ സംഭവിച്ചേ? അവന്റെ മനസ്സിൽ നന്മയുണ്ട്. പക്ഷെ ഇതൊന്നും പോരാ. അവനെ മുൻപോട്ട് കൊണ്ടുവരണം. താനായിട്ട് വേണം അവന്റെ ജീവിതത്തിലേക്ക് നന്മകൾ കൊണ്ടുവരാനായിട്ട്. അവന്റെ മനസ്സിൽ വെളിച്ചം വീശാനായിട്ട് തനിക്കോ സാധിക്കുള്ളൂ. ഒരു ഉറച്ച തീരുമാനം എടുക്കുകയാണ് വേദ. പിന്നീട് വേദ ആ കാര്യങ്ങളൊക്കെ കണ്ടുപിടിക്കാൻ തീരുമാനിച്ചു. വിക്രത്തിന് എന്താ സംഭവിച്ചെന്ന് അറിയാതെ തന്നെ ചെയ്യണം. ആരോട് ചോദിച്ചാലായിരിക്കും? ഒരുപക്ഷെ ശ്രീ ചേച്ചിയോട് ചോദിച്ചാൽ പറയുമായിരിക്കും. ശ്രീ ചേച്ചിക്ക് അറിയായിരിക്കും എന്റെ സത്യാവസ്ഥ എന്താന്ന്. അങ്ങനെ ചോദിക്കാൻ തന്നെ വേദ തീരുമാനിക്കുകയാണ്. വേദ പിന്നീട് നേരെ ശ്രീജയുടെ അടുത്തേക്ക് ചെല്ലുവാണ്. ഇതിന്റെ സത്യാവസ്ഥകളൊക്കെ അറിയാൻ വേണ്ടിട്ട്. അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെ അറിയാൻ പോകുന്നത്. ഇനിയിപ്പോ നാളത്തെ ഫുൾ വിശേഷം വന്നു കഴിയുമ്പോൾ അറിയാം എന്തായിരിക്കും ശ്രീജ പറയാൻ പോണെന്ന്. വിക്രത്തിന് എന്താ സംഭവിച്ചെന്ന്, വിക്രം ഇങ്ങനെ ആയിപ്പോകുന്നതിന് കാരണക്കാരൻ ആരാന്നുള്ള കാര്യം. അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെ നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി.